എൻ്റെ പേര് ലൂസി. ഞാൻ നിലമ്പൂരിലെ മണിമുളിയിൽ നിന്ന് വരുന്നു. ഞാനൊരു മർത്തോമ സഭാംഗമാണ്. ഞാൻ 2025 മെയ് 15 മുതൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഈ അത്ഭുത ജപമാല കൂടാനായിട്ട് തുടങ്ങിയത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അന്ന് മുതൽ ഇന്ന് വരെ മുടക്കിയിട്ടില്ല. വൈകുന്നേരം കൂടാൻ പറ്റിയില്ലെങ്കിൽ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കൂടും. അതിൽ നിന്നിട്ട് അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായി, എനിക്ക് വർഷങ്ങളായി രാത്രി കിടക്കുമ്പോൾ കാലിൻ്റെ മസിൽ കയറുമായിരുന്നു. ഭയങ്കര ശക്തമായിട്ട് വേദന സഹിക്കാൻ വയ്യാത്ത 4 മാസമായിട്ട് പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല. അതുപോലെ ഇയർ ബാലൻസ്, ഒരു 5-6 വർഷം ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് തുടങ്ങുമ്പോൾ മുതൽ ഛർദ്ദിൽ തുടങ്ങും, സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ കാറിനകത്ത് ബക്കറ്റ് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടം വരെ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് 2 മാസമായിട്ട് പിന്നെ അത് ഉണ്ടായിട്ടേ ഇല്ല. അത്ഭുത ജപമാല 3 വർഷമായിട്ടുള്ള ഇയർ ബാലൻസ് ആയിരുന്നു. 5-6 വർഷമായി. അതുപോലെ മൂന്നാമതായിട്ട് എൻ്റെ ഡിസ്കിൻ്റെ ഈ നട്ടലിൻ്റെ ഡിസ്ക് ബൾജ് ചെയ്ത് 3 മാസമായിട്ട് ഞാൻ ഇരിപ്പായിരുന്നു. ഡിസ്ക് പുറത്തോട്ട് നല്ലപോലെ തള്ളിയിരുന്നു. എൻ്റെ കാല് 2 കാലിലോട്ടും വേദന ഇറങ്ങിയിട്ട് എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. വലത്തെ കാല് പരിപൂർണ്ണമായിട്ട് മരവിച്ച പോലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ കൂടാതെ ഇത് ഭേദപ്പെടും, മാറിക്കിട്ടില്ല, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിത് ഓപ്പറേഷൻ ഇല്ലാതെ ഇത് സൗഖ്യപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ എൽറുകയുടെ അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം 16/9/2025 ജപമാല 1/1/2026 കണ്ടപ്പോൾ ലൂസി എന്ന മകളെ ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 7/1/2025 ജപമാല 13/12/2025 കൂടിയപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്ത് കാലിന് തരിപ്പും വേദനയുള്ള ലൂസി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ഞാനിപ്പോൾ കാലിൻ്റെ ഈ വലത്തെ കാലിൻ്റെ പത്തിപ്പുറത്തിന് ചെറിയൊരു തരിപ്പ്, അല്ലാതെ ഒന്നുമില്ല. പരിപൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസലോ, ഒരുപാട് വലിയ അനുഗ്രഹ സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 4ാമത് എലിശല്യം. ഭയങ്കര എലിശല്യമായിരുന്നു വീട്ടിലെ കിച്ചണിലും സ്റ്റോറിലും വർക്ക് ഏരിയയിലും. ഇതുവരെ ഇങ്ങനെ എലിശല്യം ഉണ്ടായിട്ടില്ല. സ്റ്റോറൊക്കെ തുറക്കുമ്പോൾ എലി ഇങ്ങനെ ഓടിക്കളിക്കുക, എന്തോ ഒരു ബന്ധനം പോലെ, അതുപോലെ എലിശല്യമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഈ സാക്ഷ്യം കേട്ട് ചിരട്ടയ്ക്കകത്ത് ഇവിടുത്തെ പിന്നെ വ്യഞ്ചരിച്ച വസ്തു ഉപ്പ് അല്ലെങ്കിൽ ഇട്ട് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് അത് മാറിക്കിട്ടുമെന്ന് ഓർത്തു. ഒറ്റൊരു പാത്രമില്ല, മുഴുവൻ എലി കരണ്ട്, ഒരു സാധനം വെക്കാൻ പറ്റിയില്ല. സ്റ്റോർ പിന്നെ ഞാൻ കാലിയാക്കിയിട്ടു, അതേ അവസ്ഥയായി. അങ്ങനെ ഞാനും ഒരു 10-20 ചിരട്ടയ്ക്കകത്ത് ഉപ്പുകല്ലിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് രാവിലെയും ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ ആ ബന്ധന പ്രാർത്ഥന അവിടെ ചെന്ന് ചെല്ലി, അതുപോലെ തന്നെ കുന്തിരിക്കാൻ പോയിച്ച് ആനവെള്ളമൊക്കെ തളിച്ച് ഇപ്പോൾ 2 മാസമായിട്ട് പരിപൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടി. ഒരു എലി പോലും ഇപ്പം ആ ശല്യം തന്നെ എനിക്കില്ല. അടുത്തതായിട്ട് എൻ്റെ മൂത്ത മകന് ഉപരിപഠനത്തിനായി വിദേശത്ത് പോയി. അപ്പോൾ അവന് ഞാനിങ്ങനെ നേർച്ച തരുന്ന ദൈവമേ, പഠിത്തം കഴിഞ്ഞ ഉടനെ അവനൊരു ജോലി കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ഏകദിന കൺവെൻഷനുള്ള പൈസ ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അവന് പഠിത്തം കഴിഞ്ഞ ഉടനെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ജോലി, നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി, നല്ല സാലറിയോടുകൂടി ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ ആ കൺവെൻഷനുള്ള പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ 2ാമത്തെ മകനെ, അപ്പോൾ അവനൊരു ആവറേജ് ആയിരുന്നു പഠിത്തത്തിൽ. അപ്പോൾ അവരുടെ സ്കൂളിലെല്ലാവർക്കും കോളേജിലെല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടി. അവനും വേറൊരു കൊച്ചിന് മാത്രം കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ അവൻ അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ, അവനൊരു പ്ലേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന സാലറി മുഴുവൻ ഞാൻ രൂപയ്ക്ക് ദശാംശമായിട്ട് കൊടുത്തേക്കാന്ന്. ആ നേർച്ച നേർന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ അവനും പ്ലേസ്മെൻറ്റിൽ നല്ലൊരു കമ്പനി, പ്രതീക്ഷിക്കാതെ തന്നെ നല്ലൊരു കമ്പനിയിൽ കിട്ടി. ആ പൈസ മുഴുവൻ ഞാനിവിടെ ദശാംശമായിട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു റിട്ടയർഡ് സ്കൂൾ അധ്യാപികയാണ്. എനിക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് പൈസ അരിയറായിട്ട് കിട്ടാറുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ 120 സ്റ്റാഫ് ഉണ്ടായിരുന്നു. 119 പേരുടെയും പൈസ പാസ്സായി കിട്ടി. എൻ്റെ മാത്രം പലവിധമായ തടസ്സങ്ങളാൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. 8 പ്രാവശ്യം ബില്ല് കൊടുത്തിട്ടും എൻ്റെ പാസ്സായി കിട്ടിയില്ല. അപ്പോൾ ക്ലർക്ക് എന്നോട് പറഞ്ഞു, ടീച്ചർ പ്രാർത്ഥിക്കുക, എനിക്കിനൊന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല, മാക്സിമം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 33 പ്രാവശ്യം അത്ഭുതങ്ങളുടെ ജപമാല വീണ്ടും അത് കൂടി 31ാമത്തെ ഇതായപ്പോഴത്തേന് എനിക്ക് എൻ്റെ തടസ്സങ്ങൾ മാറി. എൻ്റെ അരിയർ 2ഉം പാസ്സായി കിട്ടി. ഞാൻ 33-90 ഇങ്ങനെ തുടർച്ചയായിട്ട് അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ട് അനുഗ്രഹങ്ങൾ ദൈവം നമ്പരാൻ അതിലൂടെ തരുന്നുണ്ട്. അതിന് ദൈവത്തിനും മാതാവിനും അതുപോലെ തന്നെ ഈ സ്തോത്രസ്നാളിനും കൊടാനുകൂടി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. കണ്ടോ, പ്രൈസ് ദി ലോർഡ്.